ഹലോ, വീടിന് ചെറിയ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണ കാരണം ഞാനിപ്പോൾ ആകെ ഓട്ടത്തിലാട്ടാ. പണിക്ക് ആൾ നിൽക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡും കൂടിയൊക്കെ ഞാനാണ് ശരിയാക്കി കൊടുക്കണത്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഉച്ചക്ക് മുമ്പ് തീരണ കാരണം ചായ മാത്രം ശരിയാക്കി കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതായിരുന്നു ഈ ഒരു 3 പീസായിട്ടുള്ള സ്റ്റീലിൻ്റെ റാക്ക്. അത്യാവശ്യം ടിന്നുകളും സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഇങ്ങോട്ട് എടുക്കാറായെങ്കിലും പല വർക്കുകളും ഇപ്പോഴും എൻ്റെ മിഷ്യത്തിൻ്റെ മേളിൽ തന്നെയാട്ടാ. ഈ ഓട്ടത്തിനിടക്കെല്ലാം ഇതെല്ലാം ഇങ്ങനെ തീർത്തെടുക്കണമെന്നുള്ളതും ഒരു പിടിയില്ല കേട്ടോ. ഈ ഒരു ചുരിദാർ സെറ്റ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം അത് കൊടുക്കേണ്ടത് കാരണം രാവിലെ വന്നിട്ടും ചെയ്ത് തീർത്തത് ആദ്യം അത് തന്നെയായിരുന്നു. ക്രിസ്മസ് സെലിബ്രേഷന് മോൾക്കിടാൻ വേണ്ടി തയ്ച്ചൊരു ഫ്രോക്കിൻ്റെ വർക്കിലാണ് ഞാനിപ്പോൾ. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കോഴിക്കോടുള്ള ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കേണ്ടിയെന്ന് വെച്ചതായിരുന്നേ. അപ്പോൾ നെക്ക് ഭാഗത്ത് ഇതുപോലെ സിൽവർ ജെറി ത്രെഡിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും പിന്നെ അതുപോലെ സ്ലീവിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു ഹെവി ആയിട്ട് വർക്ക് വരുന്നിരുന്നു വെച്ചത്. പിന്നെ അതുപോലെ തന്നെ താഴത്തെ പോർഷനിലും മാത്രമാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുക്കേണ്ടിയെന്ന് വെച്ചത്. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു പാറ്റേൺ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്തതായിരുന്നേ. അപ്പോൾ ഡിസൈൻ തമ്മിൽ മാറിപ്പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആദ്യം ഒരു സ്ലീവിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത ശേഷം ബോഡി പാർട്ട് എല്ലാം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ആ ഒരു ടോപ്പിൻ്റെ താഴത്തെ ഭാഗത്ത് ഞാൻ വർക്കൊക്കെ ചെയ്തെടുത്തത്. ബോട്ടം കൂടി ഉൾപ്പെട്ട ഒരു സെറ്റായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ പുറത്തേക്ക് അയക്കാനുള്ള വർക്ക് ആയതുകൊണ്ടിട്ട് ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.